നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് ഇടുക്കി ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേ ഇടുക്കിയുടെ സമഗ്ര പുരോഗതിക്ക് വലിയ മാറ്റങ്ങൾക്കിട നൽകുമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ഏലിയാസ് തോമസിന് തൊടുപുഴയിൽ പൗരസ്വീകരണം നൽകി. സ്റ്റുഡിയോയിൽ കയറി ജീവനക്കാരനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ ചേലച്ചുവട് അലീന സ്റ്റുഡിയോയിലെ ജീവനക്കാരനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കരിമണ്ണൂർ വിത്തുൽപാദന കേന്ദ്രത്തിൽ കൊയ്ത്ത് ഉദ്ഘാടനം നടന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോളി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ഇടുക്കി ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് പട്ടയം നൽകുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. തൊടുപുഴയിൽ നടന്ന കോൺഗ്രസ് സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ പ്രശ്നത്തിന് ഗവൺമെന്റ് ഒരു തീരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് ഓരോരോ വാദഗതികളും ചില പുതിയ ആവശ്യങ്ങളും ഒക്കെ ഉന്നയിച്ച് അതിന് താമസമുണ്ടായി. എന്നാലും ഇതിനൊന്നും ഒരു ഗവൺമെന്റും കൊടുത്തിട്ടില്ലാത്തതിനേക്കാൾ കൂടുതൽ പട്ടയം ഈ ഇടുക്കി ജില്ലയിൽ ഈ ഗവൺമെന്റ് 3 വർഷത്തിനകം കൊടുത്തു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന അർഹിക്കുന്ന മുഴുവൻ കർഷകർക്കും ഏതാനും മാസങ്ങൾക്കകം പട്ടയം കൊടുക്കും. മലയോര കർഷകരോട് ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ആ ആവശ്യം പൂർണ്ണമായും നിറവേറ്റും എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം KPCC ലെവലിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിന്റെയും UDF നേതൃത്വവുമായും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കും. KPCC പ്രസിഡന്റ് VM സുധീരൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് റോയ്ക്ക് പൗലോസ് അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റുമാരായ MM ഹസൻ, AK മണി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവി, വീക്ഷണം മാനേജിംഗ് എഡിറ്റർ ശൂരനാട് രാജശേഖരൻ, മുൻ MP PT തോമസ്, KPCC ഭാരവാഹികളായ CR ജയപ്രകാശ്, ബാബു പ്രസാദ്, അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് AK രാജു, PP സുലൈമാൻ റാവുത്തർ, CP മാത്യു, ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM അഗസ്തി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ്, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, DCC ഭാരവാഹികളായ R ബാലൻപിള്ള, ഷാഹുൽ ഹമീദ്, KV ജോർജ് കരിമറ്റം, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ബിജോ മാണി, KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളി, DCC ഭാരവാഹികളായ ബാബു കുര്യാക്കോസ്, തോമസ് രാജൻ, AP ഉസ്മാൻ, അഡ്വക്കേറ്റ് MN ഗോപി, OR ശശി, ജോൺ നെടിയപ്പാല, ബേബി ചീമ്പാറ, വിജയമ്മ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ PS ചന്ദ്രശേഖരപിള്ള സ്വാഗതവും MK പുരുഷോത്തമൻ നായർ നന്ദിയും പറഞ്ഞു. VBC ന്യൂസ് തൊടുപുഴ. തൊടുപുഴയിൽ നടന്ന കോൺഗ്രസ് സ്പെഷ്യൽ കൺവെൻഷനിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാർക്ക് KPCC പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അവസരവാദപരമായ കൂട്ടുകെട്ടുകൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ നില മെച്ചപ്പെടുത്താനാകുമോ എന്ന വൃഥാശ്രമത്തിലാണ് അവർ ഏർപ്പെട്ടു വരുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കാര്യം ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് എന്തൊക്കെ ശ്രമിച്ചാലും എത്ര പ്രലോഭനങ്ങൾ നടത്തിയാലും എത്രയേറെ വാഗ്ദാനങ്ങൾ നൽകിയാലും നിങ്ങളുടെ വാഗ്ദാനം ഒന്നാമത് അടിത്തറ തകർന്ന ജനമനസ്സുകളിൽ ഒറ്റപ്പെട്ട ജനമനസ്സുകളിൽ വളരെയേറെ അകൽച്ചയുണ്ടായിട്ടുള്ള CPM-ന്റെ കൂടെ പോകാൻ ഒരാൾ പോലും തയ്യാറാകില്ല എന്ന് ഈ അവസരത്തിൽ അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബൂത്ത് പ്രസിഡന്റായി
തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ കോൺഗ്രസിന്റെ ഭരണഘടനയോടും നയപരിപാടികളോടും ആശയങ്ങളോടും ആദർശങ്ങളോടും വിശ്വാസവും എല്ലാവരും ഒന്നുകൂടെ ഉറക്കെ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നിവ സംരക്ഷിക്കാൻ എന്നാൽ കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നും സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാനായി അധികാരം പൂർണ്ണമായും തന്നിലേക്ക് കേന്ദ്രീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തികഞ്ഞ ഏകാധിപത്യ പ്രവണതയാണ് കാണിക്കുന്നത് എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല തൊടുപുഴയിൽ നടന്ന കോൺഗ്രസ് ജില്ലാ പ്രത്യേക കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ബിജെപിയും സിപിഎമ്മും അക്രമ രാഷ്ട്രീയത്തിന്റെ പാത വെടിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ത്യയിൽ ഒരേ ഒരു പ്രധാനമന്ത്രി മാത്രം, മന്ത്രിമാരില്ലാത്ത മന്ത്രിസഭ, പാർട്ടിക്കോ മന്ത്രിമാർക്കോ പ്രസക്തിയില്ലാത്ത ഒരു ഭരണം, എല്ലാം ഒരാൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണം എന്ന് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വർഗീയ വികാരങ്ങളെ ആളിക്കത്തിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിലുള്ള വർഗീയ ചേരിതിരിവിലൂടെയാണ് നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. രാജ്യത്തെ മതേതര ശക്തികൾ ഇന്ന് ഒരു വീണ്ടും വിചാരത്തിന്റെ പാതയിലാണ്. ഒരു സംശയവുമില്ല, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യയിൽ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കൊലപാതകികളെ വെള്ളപൂശുന്ന പിണറായി വിജയന്റെ സമീപനം കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടുക്കി ജില്ലയിൽ വീക്ഷണം പക്ഷാചരണത്തിന് തുടക്കമായി. കോൺഗ്രസ് നേതാവ് NI ബെന്നിക്ക് പത്രം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വീക്ഷണം മാനേജിംഗ് എഡിറ്റർ ശൂരനാട് രാജശേഖരൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ TV പുരം രാജു, സർക്കുലേഷൻ മാനേജർ TP ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. UDFിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മുന്നണി വിടുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നും ധനമന്ത്രി KM മാണി. മാധ്യമങ്ങൾ തന്റെ പരാമർശങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KM മാണി. അർഹമായ പരിഗണന ഞങ്ങളും കൂടിയുള്ളതല്ലേ UDF, ഞങ്ങളും കൂടെ നേതൃത്വം കൊടുക്കുന്നതല്ലേ UDF. അതിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അതൃപ്തിയൊന്നും ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നുമില്ല. UDFിനെ പറ്റി UDFിൽ വളരെ തൃപ്തരാണ്. പക്ഷേ UDFിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് 80 മാർക്ക് കിട്ടിയാൽ 90 കിട്ടണം, 100 കിട്ടണം. അപ്പോൾ അതിനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള എൻ്റെ പൊതു പ്രസ്താവനകളെ ഏതെങ്കിലും സാഹചര്യം അടർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു വാക്കെടുത്ത് വ്യാഖ്യാനിക്കാൻ പാടില്ല. പൊതുവായിട്ടുള്ള ചില തത്വങ്ങൾ നമ്മൾ പറയും. അതിൻ്റെ അർത്ഥം മുന്നണി വിടുമെന്നോ കോൺഗ്രസുമായിട്ട് ബന്ധമില്ലെന്നോ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. കേരള കോൺഗ്രസ് എപ്പോഴും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള നിലപാട്, ഇൻഡിവിജ്വാലിറ്റി ഉള്ളൊരു പാർട്ടിയാണെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളിപ്പോൾ കേരള കോൺഗ്രസ് വ്യക്തിത്വമുള്ള പാർട്ടിയാണെന്നും ഇൻഡിവിജ്വാലിറ്റി ഉള്ളൊരു പാർട്ടിയാണെന്നും സ്വന്തം കാര്യം നിൽക്കാൻ കഴിയുന്നൊരു പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ ഉടനെ മുന്നണി വിടുകയാണ്, ഞങ്ങൾ വേറെ എങ്ങാണ്ടോട്ട് പോവുകയാണ്. ഇതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്തിനാ? അതൊക്കെയാണ് സാഹചര്യങ്ങൾ അടർത്തിയെടുത്ത് ഉള്ള വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല. ഏതായാലും കേരള കോൺഗ്രസ് ഇപ്പം ഞങ്ങൾക്ക് വേറെ ചിന്തയൊന്നുമില്ല, ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിലെ മലയാള സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഫാദർ മൂഴൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവരാവകാശവും ജനാധിപത്യവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കുര്യാസ് കുമ്പളങ്ങി പ്രഭാഷണം നടത്തി. ജനിച്ച സ്ഥലത്തിന്റെ പേര് മൂഴൂരായതുകൊണ്ട് അദ്ദേഹം സ്വന്തം പേരിനെ സപ്രസ് ചെയ്ത് ജന്മസ്ഥലത്തിന്റെ പേര് സ്വന്തം പേരിന്റെ കൂടെ ചേർത്ത് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ അവകാശം അതിലൂടെ നേടിയെടുക്കുകയാണ് ചെയ്തത് എന്നുള്ളത്. ഞാൻ എൻ്റെ വീട്ടുപേരെ ചേർത്തുള്ളൂ, അച്ഛനാവട്ടെ നാട്ടുപേര് തന്നെ എടുക്കുകയാണ് ചെയ്തത്. ഈ പലരും അങ്ങനെ സ്വന്തം പേര് ഉപേക്ഷിച്ച് വേറെ പേരുകൾ സ്വീകരിക്കാറുള്ളത്. അത് ആൾമാറാട്ടമാണ് എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ച് പറഞ്ഞു കളയും. അങ്ങനെയുണ്ട് ചില കാര്യങ്ങളുള്ളൂ. ഈ സ്വന്തം പേര് മാറ്റി വേറൊരു പേര് സ്വീകരിക്കുന്നതിന്റെ പിന്നിലെ പല കാരണങ്ങളും ഉണ്ടാകും. പാബ്ലോ പിക്കാസോയെ പറ്റി കേട്ടിട്ടുള്ള ഇല്ലാത്തവരുണ്ടാകും. സ്പെയിൻകാരനായ
ആധുനിക ചിത്രകലയുടെ ഏറ്റവും വലിയ ആധികാരിക പ്രതിഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിക്കാസോ. ഫാദർ ജോർജ് മറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ജിൽസൺ ജോൺ, സാഹിത്യവേദി ഡയറക്ടർ ഡോക്ടർ ജോഷി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ 15 കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. KM മാണി UDFിന്റെ സമുന്നതനായ നേതാവാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. KM മാണി കൂടി ചേർന്നതാണ് UDF എന്നും തൊടുപുഴയിൽ കോൺഗ്രസ് സ്പെഷ്യൽ കൺവെൻഷനെത്തിയ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മാണി സാറ് UDFിന്റെ സമുന്നതനായ നേതാവാണ്. UDFിന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ്, പ്രമുഖ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം കൂടെ കൂടിയതാണ് UDF. KM മാണി UDFിന്റെ നെടുന്തൂണാണെന്നും UDFിൽ നിന്നും ആരും LDFിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല എന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ. കോൺഗ്രസിന്റെ ദയയ്ക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് KM മാണിയുടെ അഭിപ്രായം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ CPMന്റെ സ്ഥിതി തന്നെ വളരെ പരുങ്ങലാണ്. അവർ വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ദുർബലമായ ഒരു സംവിധാനത്തിലേക്ക് പോകാൻ ആരെങ്കിലും തയ്യാറാവില്ല. ഒരാളും അവരെന്തെല്ലാം പ്രലോഭനം നടത്തിയാലും അതിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവർക്ക് പിന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനും അവകാശമുണ്ട്. KM മാണിക്ക് തീർച്ചയായും KM മാണി UDFിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. UDFിൻ്റെ നെടുന്തൂണുകളിൽ പ്രമുഖമായ ഒരു തൂണാണ് അദ്ദേഹം. അപ്പോൾ അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു സംശയമില്ല. അതൊക്കെ UDFിനെ സംബന്ധിച്ചിടത്തോളം കക്ഷികൾ പരസ്പരം ചർച്ച ചെയ്യുകയും ആശയവിനിമയം നടത്തുകയും ഒന്നിച്ചു പോവുകയും ചെയ്യും. അതിലൊന്നും യാതൊരു സംശയമില്ല. മലയോര ഹൈവേ ഇടുക്കിയുടെ സമഗ്ര പുരോഗതിക്ക് വലിയ മാറ്റങ്ങൾക്ക് ഇട നൽകുമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പീരുമേട് എന്നീ മണ്ഡലങ്ങളിലൂടെയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നത്. ഇടുക്കിയിലെ ജനങ്ങളെ വനം വകുപ്പിന്റെ അടിമകളാക്കി സമാന്തര സർക്കാരായി പ്രവർത്തിച്ച് മുന്നോട്ടു പോകാനുള്ള വനം വകുപ്പിന്റെ ശ്രമം അനുവദിച്ചു കൊടുക്കില്ലെന്നും MP പറഞ്ഞു. കുറത്തിക്കുടി വഴിയുള്ള മലയോര ഹൈവേ നിർമ്മാണത്തിൽ സർക്കാർ വാക്കുപാലിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യണമെന്നും MP വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പൊതുവായ സ്ഥിതി, ഇവിടെ സംസ്ഥാന സർക്കാരിന് സമാന്തരമായി ഒരു സർക്കാരായി വനം വകുപ്പ് പ്രവർത്തിക്കുന്നു എന്ന ദുസ്ഥിതിയുണ്ട്. അതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള എൻ്റെ നിരാഹാര സമരം. അതുമായി ബന്ധപ്പെട്ടിട്ട് സമരത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വഴി നേര്യമംഗലത്ത് നിന്ന് 6 മൈൽ വഴി എംപ്ലാശ്ശേരി, എംപ്ലാശ്ശേരിയിൽ നിന്ന് കുറത്തിക്കുടിയിൽ നിന്ന് ആവറുകുട്ടി, ആവറുകുട്ടിയിൽ നിന്ന് മാങ്കുളം വഴി കല്ലാറ് വഴി വരുന്ന ദേശീയപാത, സംസ്ഥാനപാത 59 അല്ലെങ്കിൽ ഹിൽ ഹൈവേ, ആ ഹിൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികളായിരുന്നു നമ്മുടെ സമരത്തിന് ആധാരം. കേരള കോൺഗ്രസിലെ സുവർണ ജൂബിലിയുടെ ഭാഗമായി വെള്ളിയാമറ്റം മണ്ഡലത്തിൽ യൂത്ത് ഫ്രണ്ട് വീട് നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ചതോടുകൂടി പന്നിമറ്റം പുത്തൻവീട്ടിൽ സലീം, സുലേഖ ദമ്പതികൾക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കാരമാകുന്നു. 600 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് സലീമിന് യൂത്ത് ഫ്രണ്ട് നിർമ്മിച്ചു നൽകുന്നത്. പൂർണ്ണമായും ജനപങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന ഈ വീടിന്റെ കല്ലിടൽ കർമ്മം കേരള ഫീഡ്സ് ചെയർമാനും മുൻ ഇടുക്കി MPയുമായ അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു. 10,000-കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ പ്രാഥമിക സൗകര്യമുള്ള ഒരു ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നവരായിരുന്നു. ഒട്ടേറെ പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട MLAയും മന്ത്രിയുമായിട്ടുള്ള ജോസഫ് സാറ് ഭവന നിർമ്മാണ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നപ്പോൾ 4 ലക്ഷത്തോളം വീടുകൾ ആ കാലയളവിൽ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായി. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാണി സാറ് ഭവന നിർമ്മാണ വകുപ്പിൻ്റെ ചുമതല വഹിക്കുമ്പോൾ ആശ്രയ പദ്ധതിയിലൂടെ ഇതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതൊക്കെ ഗവൺമെൻറ് ചെയ്താൽ നമുക്കറിയാം എല്ലാവരിലേക്കും അത് എത്തിച്ചേരാൻ ഇനിയും കാലതാമസമുണ്ടാകും. പ്രാദേശികമായി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് നമ്മളെല്ലാവരും ഒത്തുചേർന്നാണ് ഇതുപോലെ ഒരു സഹായം നൽകി അവർക്കും പ്രാഥമിക സൗകര്യങ്ങളുള്ള ഒരു ചെറിയ ഭവനം, അത് ഏതൊരു വ്യക്തിയുടെയും വലിയൊരു സ്വപ്നവും ആഗ്രഹവുമാണ്. അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഇവിടെ ശ്രീ സലീമും കുടുംബവും ഇങ്ങനെ ഒരു സൗകര്യം അവർക്ക് ലഭിക്കുമ്പോൾ അതിന് മുൻപേ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു സൗകര്യം അവർ ത്യജിച്ചതിനെക്കുറിച്ച് ഇവിടെ ശ്രീ മോനിച്ചൻ സൂചിപ്പിക്കുകയുണ്ട്. എത്രയോ മാതൃകാപരമായിട്ടുള്ള